മാർച്ച് 3 ലോക വന്യജീവി ദിനം. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ലോകമെമ്പാടും മാർച്ച് 3 ലോക വന്യജീവി ദിനമായി ആചരിക്കുന്നു. വന്യജീവികളെ സംരക്ഷിക്കുക എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇതിലൂടെ ഐക്യരാഷ്ട്രസഭ ചെയ്യുന്നത്. ജൈവ വൈവിധ്യത്തിന് അവിഭാജ്യ ഘടകങ്ങളാണ് വന്യജീവികളെന്നും വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിച്ചു മുന്നേറുകയാണ് വേണ്ടതെന്നും ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കുന്നു. 2013 ഡിസംബർ 20 മാർച്ച് 3 വന്യജീവി ദിനമായി ആചരിക്കുന്നതിന് ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ച് പ്രഖ്യാപനം നടത്തുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുന്നതിനുള്ള ഉടമ്പടി ഒപ്പുവയ്ക്കപ്പെട്ട ദിവസവുമാണ് മാർച്ച് 3. ആലുവ ലോക സർവമത സമ്മേളനം നടന്ന ദിനം. ലോകത്തിൽ രണ്ടാമത്തേതും ഏഷ്യയിൽ ആദ്യത്തേതുമായ ലോക സർവമത സമ്മേളനമാണ് 1924 ശിവരാത്രിയോടനുബന്ധിച്ച് മാർച്ച് 3-4 തീയതികളിലായി ആലുവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന സർവമത സമ്മേളനം. 1893 ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനമാണ് ഇത്തരത്തിൽ ലോകത്തിൽ ആദ്യത്തേത്. ലോകത്തിലെ എല്ലാ മതങ്ങളും പ്രതിനിധാനം ചെയ്യുന്ന മൂലതത്വങ്ങളിലെ ഏകത വിളംബരം ചെയ്യുന്നതിനാണ് ഇത് നടത്തിയത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നതായിരുന്നു സമ്മേളനത്തിൻ്റെ സന്ദേശവാക്യം. ടി.കെ. മാധവൻ, സി.വി. കുഞ്ഞിരാമൻ, കണ്ണന്തോടത്ത് വേലായുധമേനോൻ തുടങ്ങിയവർ ഗുരുവിനെ സന്ദർശിച്ചാണ് സർവമത സമ്മേളനത്തിന് വഴി തുറന്നത്. ജാതി മതഭേദമന്യേ നിറഞ്ഞുകവിഞ്ഞ ജനാവലിയെ സാക്ഷി നിർത്തി സർവമത പ്രാർത്ഥനയോടെ ആരംഭിച്ച സമ്മേളനം ശ്രീനാരായണ ഗുരു ഉദ്ഘാടനം ചെയ്തു. തിരുവിതാംകൂർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും മഹാപണ്ഡിതനുമായിരുന്ന സർ ടി സദാശിവ അയ്യർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായി. എല്ലാ മതസാരവും സമബുദ്ധിയോടെ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ മതവൈരത്തിനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാകുമെന്ന സന്ദേശമാണ് സർവമത സമ്മേളനത്തിൻ്റെ കാതൽ. ജംഷഡ്ജി ടാറ്റ ജന്മദിനം. ഭാരതീയ വ്യവസായത്തിൻ്റെ പിതാവായും ആധുനിക ഇന്ത്യയുടെ ശില്പികളിൽ ഒരാളായും അറിയപ്പെടുന്ന ജംഷഡ്ജി ടാറ്റ 1839 മാർച്ച് 3 ഗുജറാത്തിൽ ഒരു പാഴ്സി കുടുംബത്തിൽ ജനിച്ചു. മൊട്ടുസൂചി മുതൽ മോട്ടോർ കാർ വരെയും ഉപ്പ് മുതൽ സോഫ്റ്റ്വെയർ വരെയും നീളുന്ന 100-ലധികം കമ്പനികളുള്ള കൂറ്റൻ വ്യവസായ സാമ്രാജ്യമായ ടാറ്റ ഗ്രൂപ്പിൻ്റെ സ്ഥാപകൻ ഇദ്ദേഹമാണ്. ബിസിനസ്സുകാരനായിരുന്ന പിതാവിനൊപ്പം 14-ാം വയസ്സിൽ മുംബൈയിലെത്തിയ അദ്ദേഹം അവിടെ ഉന്നത വിദ്യാഭ്യാസത്തിനു ശേഷം പിതാവിൻ്റെ ബിസിനസ്സിൽ സഹായിച്ചു. പിന്നീട് സ്വന്തമായി ബിസിനസ് ആരംഭിച്ചു. 1868 21,000 രൂപയുടെ മൂലധനത്തോടെ ടാറ്റ ഗ്രൂപ്പ് എന്ന ട്രേഡിംഗ് കമ്പനിക്ക് തുടക്കം കുറിച്ചു. പിന്നീട് ടാറ്റ സ്റ്റീൽ കമ്പനി, ടാറ്റ പവർ കമ്പനി, താജ്മഹൽ ഹോട്ടൽ, ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് തുടങ്ങിയവയും അദ്ദേഹം സ്ഥാപിച്ചു. ഇത് പലതും പൂർണ്ണരൂപത്തിൽ സാക്ഷാത്കരിച്ചത് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായ JRD ടാറ്റയിലൂടെയും രത്തൻ ടാറ്റയിലൂടെയുമാണ്. ബിസിനസ്സുകാരൻ എന്നതിലുപരി രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ദീർഘവീക്ഷണമുള്ള ആളായിരുന്ന മനുഷ്യസ്നേഹിയായിരുന്നു ജംഷഡ്ജി ടാറ്റ. ലാഭം ഉണ്ടാക്കുന്നതിനുപരി സമൂഹത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. ലാഭത്തിൽ ഭൂരിഭാഗവും അദ്ദേഹം കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്തു. ലോകത്തിലെ ജീവകാരുണ്യ പ്രവർത്തകരിൽ 1-ാം സ്ഥാനത്തായിരുന്നു അദ്ദേഹം. 1904 മെയ് 19 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന് ശേഷം JRD ടാറ്റയിലൂടെയും രത്തൻ ടാറ്റയിലൂടെയും ടാറ്റ ഗ്രൂപ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യവസായ ശൃംഖലകളിൽ ഒന്നായി വളർന്നു. ഇന്നും ടാറ്റ ഗ്രൂപ്പ് ലാഭത്തേക്കാൾ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് മുൻഗണന നൽകുകയും ലാഭത്തിൻ്റെ ഭൂരിഭാഗവും
കാരുണ്യ പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ നന്മയ്ക്കുമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു.